പേര് സുമ. ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരിക, വാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അമ്മച്ചിയുടെ വണ്ടിയിലാണ് വരുന്ന. ട്രീസ സെബാസ്റ്റ്യന് പേര്. എൻ്റെ മകന് 2-3 മാസങ്ങൾക്ക് മുമ്പ് 103 ഡിഗ്രി പനി ഉണ്ടായിരുന്നു. ആദ്യത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ മോനെ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് ബെൻസീർ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ ICUയിൽ കിടക്കണമെന്ന് പറഞ്ഞ്, അപ്പം ഞാനിവിടെ നിത്യാരാധനയിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാവോ എന്ന് ചോദിച്ച്. അപ്പം മോന് ഭയങ്കര കിടുങ്ങലും പനിയുമായിരുന്നു. ഞങ്ങൾ ICUയിൽ കിടക്കാതെ ഞങ്ങൾ നിത്യാരാധനയിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മോനെ അവിടെ ആ ഹോസ്പിറ്റലിൽ കിടക്കാതെ ഒരാഴ്ചത്തെ മരുന്ന് തന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടെ കിടക്കാതെ മോന് സൗഖ്യം ലഭിച്ചതിന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് താമസിച്ചതിന് ക്ഷമ പറയുന്ന IMS അമ്മയോട് IMS അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും 1000 തിരുവുമാറിന് 1000 കോടാനുകോടി നന്ദി പറയുന്നു. ഈ മകനെ ഞങ്ങൾക്ക് IMS അമ്മ 12 വർഷങ്ങൾക്ക് ശേഷം തന്നതായിരുന്നു. അതുകൊണ്ട് IMS അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. നാം ഈ കുഞ്ഞിനെ കിട്ടിയത് എങ്ങനെ എന്ന ഈ മകൾ പറഞ്ഞത് നാം കേട്ടു. 12 വർഷങ്ങൾക്ക് ശേഷം IMS അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് 12 വർഷം വേദനയോടെ കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. ആ കുഞ്ഞിന് പനി വന്നപ്പോഴാ വേദനിച്ചു പോയി ഈ അമ്മ, കുടുംബവും. ഞാനൊന്ന് പറയട്ടെ, അമ്മ തന്ന മക്കളെ അമ്മ പരീക്ഷണ ഘട്ടങ്ങൾ തരും, പക്ഷേ അതിനെയെല്ലാം എങ്ങനെ തരണം ചെയ്യണമെന്ന് കാണിച്ചു തരികയും ചെയ്യും. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അമ്മ നമുക്ക് തന്ന കുട്ടിയാണ്. ആ കൊച്ചിന് അമ്മയ്ക്ക് ആവശ്യമുണ്ട്, ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്, സഭയ്ക്ക് ആവശ്യമുണ്ട്. അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ പനി വന്നപ്പോഴേക്കും നാം ഭയപ്പെട്ടു പോയി. അതിൽ തളരാതെ പിടിച്ചു നിൽക്കുമോ എന്ന് പരീക്ഷിച്ചതാണ്. ഒരു ചെറിയ പരീക്ഷണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ തട്ടും മുട്ടും കിട്ടുമ്പോഴാണ് നമ്മൾ കിട്ടിയ അനുഗ്രഹത്തെ വീണ്ടും ഓർക്കുകയുള്ളൂ. കിട്ടിയ സമയത്ത് നാം ആ അനുഗ്രഹങ്ങളെ ഓർക്കും, പിന്നീട് അത് മറന്നു കളയും. മനുഷ്യ സഹജമാണത്. പക്ഷേ കർത്താവ് അത് ഇഷ്ടപ്പെടുന്നില്ല. നാം നിരന്തരം നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമുക്കൊരു വചനം കേൾക്കാം. പ്രഭാഷകന്റെ പുസ്തകം 38:9. മകന് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടും. എത്രയോ ഉചിതമായത്, അനുയോജ്യമായ വചനമാണ് കർത്താവ് തന്നത്. എൻ്റെ കൈകൾക്ക് വലതുഭാഗം പാർക്കിൻസൺസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എഴുതാൻ പറ്റില്ല. ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ അച്ഛൻ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. പ്രശാന്ത് അച്ഛൻ ടീച്ചർ പോയി ആവേ മരിയയിൽ രജിസ്ട്രേഷൻ നടത്താം. അച്ഛ, എനിക്ക് എഴുതാൻ പറ്റില്ല, കൈക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അച്ഛ ഞാൻ ജോലി രാജിവെച്ച് വന്നത്. അവിടെ പോയിരുന്ന് ചെയ്യും. പക്ഷേ അച്ഛൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുത്തു. ഞാൻ ഇരുന്ന് എഴുതുമ്പോൾ ആദ്യം ജീസസ് ജീസസ് എന്ന് എഴുതും. കാരണം എൻ്റെ കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഇതിത്ര എക്സ്പ്ലനേഷനിൽ ഞാൻ പറയാൻ കാരണം, ഇന്ന് ഇവരിവിടെ വന്ന് സാക്ഷ്യം പറയുന്നൊന്നും എനിക്ക് കർത്താവിൻ്റെ പ്രത്യേകതയുള്ള പാഠമൊന്നും ഉണ്ടായില്ല. കാരണം ഇവരെൻ്റെ അടുത്ത് വന്നിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രവർത്തിച്ചു. ഞാൻ എഴുതിയതല്ല, ഇന്ന് രോഗശാന്തിക്കുള്ള വചനങ്ങളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാം. ആ എന്തുകൊണ്ട് എന്നെ ഈ വചനങ്ങൾ എഴുതിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. കർത്താവ് പറഞ്ഞു, അവർ വരും, സ്റ്റേജിൽ അവർ സാക്ഷ്യപ്പെടുത്താൻ വരും, നീ വചനം ഒരുങ്ങിപ്പോവുക. അതാണ് എന്നിൽ ഇന്ന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം.
എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിനും ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ